ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഏതോ ഒരു പച്ചക്കറി പണിയെന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിലാണോ എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനത്തെ ഏതോ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഏറ്റവും അവസാനമാണെന്ന് എനിക്കറിയാം. അവസാനം നമ്മൾ വീഡിയോയുടെ അവസാനം പറഞ്ഞായിരുന്നു ഒരു പുതിന വെള്ളത്തിയിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ നമുക്ക് എന്താ പറയണേ, ഈ ജലദോഷം, തുമ്മൽ, കഫക്കെട്ടലൊക്കെ മാറിക്കിട്ടുമെന്ന്. അപ്പോൾ ആ പുതിനയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആ പുതിനയാണ് കേട്ടോ ഈ പുതിന. അപ്പം ഞാൻ പറഞ്ഞത് അന്ന് ഓടിക്കണമെന്നില്ല, എന്നാലും ഓടിക്കുവാണ്. നമ്മുടെ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിന് പോരെ, ഒരു ഗ്ലാസ്സിന് ഇപ്പോൾ ഒരു 2-3 എടുക്കാം. ഞാൻ മൊത്തത്തിൽ എടുക്കാനുള്ള അമ്മ അവിടെ ഇരുന്ന് എന്നെ രൂക്ഷമായി നോക്കുന്നുണ്ട്. കാരണം അമ്മ തന്നെ വെച്ചതാണ് കേട്ടോ. എനിക്ക് നോക്കാൻ തന്നെയാണ്. ഞാനിപ്പോൾ വലിയ കാര്യമായിട്ട് നോക്കണമെന്നില്ല, അമ്മയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിന് നമ്മൾ ഇങ്ങനത്തെ ഒരു 5-6 പറിക്കണം. പറിച്ചിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണ്, ഒരു 5-6. എന്നിട്ട് അതിലേക്ക് എന്തോരം നല്ല കട്ടിക്കിടാൻ പറ്റുവാണ് അത്രയും നല്ല ടേസ്റ്റ് എന്ന് ഞാൻ പറയണില്ല, അത്രയും നല്ലൊരു ഇത് കിട്ടുമായിരിക്കും. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ഇച്ചിരി കുറച്ചിടുക, നമുക്ക് എത്ര പേരുണ്ട് അതിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് ഇത് തിളപ്പിച്ചിട്ട് കുടിക്കുവാണെങ്കിൽ ശ്വാസം മുട്ടൽ, തുമ്മൽ, ജലദോഷം, കഫക്കെട്ടലിന് ഏറ്റവും നല്ലതാണ്, ശ്വാസം മുട്ടലിന് ഏറ്റവും നല്ലതാണ്. ഇത് രണ്ടും മസ്റ്റായിട്ട് മാറിക്കിട്ടു കേട്ടോ. ഞാൻ അത്രയ്ക്ക് ഇതായിട്ട് എനിക്ക് വന്ന അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുവാണ്. ഞാൻ ശ്വാസം മുട്ടൽ വന്ന് കഫക്കെട്ടായിട്ട് കിടന്നിട്ട് ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ കുടിച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസമാവും കേട്ടോ. അപ്പോൾ ഇന്നും എനിക്ക് തിളപ്പിച്ച് കുടിക്കണം, കാരണം എനിക്ക് ചുമയുണ്ട് ഗൈസ്. ചുമക്കും കുഴപ്പമില്ല, മാറും കേട്ടോ എന്നാലും. അപ്പോൾ എന്തായാലും തളപ്പോയി കഫക്കെട്ടിലൊക്കെ മാറാൻ അടിപൊളി സാധനമാണിത്. അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയാം, നമ്മളിത് കൂടുതലും ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയില്ലായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ ചിലരില്ല, നമ്മുടെ ഈ പുറത്തുള്ളവർ എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും തന്നെ, ഈ പുറത്ത് തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ ഈ പുതിനയില നിറച്ചു ഇട്ടിട്ട് വെള്ളം കുടിക്കണം. അവർ ചമ്മന്തി അരച്ചിട്ട് ചപ്പാത്തിയാണ് കഴിക്കണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടത്തിൽ കഴിക്കും. അവരിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ എന്തൊക്കെ വന്നാലും അവർ മിനിമം കുറച്ച് മല്ലിയിലെങ്കിലും ഇട്ടിരിക്കും. അവിടെയൊക്കെ മല്ലിയിലയുടെ ഒരു എനിക്ക് സ്ഥലം മാറി ചെടി മാറിപ്പോകുന്നു. കാരണം എനിക്ക് ഈ മല്ലിയില ഇഷ്ടമല്ല, പുതിനയില ഇഷ്ടം കേട്ടോ. അവർ മിനിമം നിറച്ചും പുതിനയില ഇട്ടിട്ടായിരിക്കും തരുന്നത്. കാരണം അവരുടെ അവിടെ അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഈ പുതിനയിലയുടെ ചൊവ്വ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. എന്നെപ്പോലെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അവരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാരാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ടേസ്റ്റ്, കറിക്കൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടിടാം. പുതിനയിലയും പുതിനയില ഇഷ്ടമാണ്, മല്ലിയില എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമാണിതും, കുഴപ്പമില്ലാതെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേ എന്ന്. പിന്നെ നമ്മളും ഇവിടെ വീട്ടിൽ ചമ്മന്തി അരക്കുമ്പോൾ ഇടക്ക് ഈ തക്കാളിയൊക്കെ ഇട്ടിട്ട് അരക്കുമ്പോഴത്തേക്കാണെങ്കിൽ തന്നെ ചമ്മന്തി അരക്കുമ്പോൾ മിക്കപ്പോഴും ഈ പുതിനയില ഇട്ട് ഇപ്പം അമ്മ അരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലും. അപ്പോൾ അതും നമുക്ക് ഈ ചുമയൊക്കെ മാറാൻ നല്ലതാണ്. വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പുതിനയില ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമുള്ളൊരു സംഭവമാണ്. പൊക്കത്ത് നിറച്ചുണ്ട്. അപ്പോൾ പൊക്കത്തുനിന്ന് ഒരു ചട്ടി എടുത്ത് അമ്മ എനിക്ക് കൊണ്ട് വെച്ച് തന്നെ കേട്ടോ ഇത്. പിന്നെ നോർത്ത് ഇന്ത്യക്കാർക്കൊന്നും ചുമയൊന്നും ഉണ്ടാവില്ല, കാരണം അവരിത് വേണമല്ലോ എപ്പോഴും ഉപയോഗിക്കണത്. പിന്നെ നമ്മുടെ പനിക്കൂർക്ക നോക്ക്, ഇതും നമ്മുടെ എന്താ പറയുക ചുമ, ഇതും വെള്ളം തിളപ്പിക്കുമല്ലേ അമ്മ. ഇത് നമ്മുടെ ചുമ, ജലദോഷം, കഫക്കെട്ടലിനൊക്കെ. ഇത് പുതിനയിലിനെ കുറിച്ച് എനിക്ക് അധികം അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇതിനൊക്കെ നല്ലതാണ്. ഇത് നമ്മൾ വെള്ളത്തിട്ട്, ഞാൻ എനിക്ക് ഇങ്ങനെ വറ്റിപ്പോകുന്നു ഗൈസ്. ഇതാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. പക്ഷെ എനിക്ക് ഏറ്റവും മാറ്റം തോന്നിയത് ഇതാണ് കേട്ടോ, ഈ മല്ലിയിലയാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, നമുക്ക് ഈ പുതിനയിലയും വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം പറയാം, എനിക്ക് ഈ രാത്രി ചില സമയത്ത് ശ്വാസം മുട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിട്ട് തോന്നുന്നത്. അപ്പോൾ ഉറങ്ങുമ്പോൾ പ്രത്യേകിച്ച് രാത്രി ആകുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ ശ്വാസം മുട്ടൽ വരുമ്പോഴത്തേക്ക് അമ്മ ഈ പുറത്ത് പോയി പറിക്കാനുള്ള ഇതുണ്ടാവില്ല. കാരണം ഞാൻ 1 മണിക്കും 2 മണിക്കൊക്കെയാണ് എനിക്ക് ശ്വാസം കിട്ടാതെ വരുന്നത്. അമ്മക്കും ചേട്ടായിക്കൊക്കെ ഈ ശ്വാസം മുട്ടൽ ഭയങ്കര പ്രശ്നമായിട്ടോ. ഞങ്ങളുടെ കുടുംബപരമായി ഇങ്ങനെ കൈമാറി വരുന്നൊരു അസുഖമാണിത്. അപ്പോൾ ഇത് നമ്മൾ ആണെങ്കിൽ പുതിനയും പറിക്കാൻ പറ്റില്ല, എനിക്ക് എപ്പോഴും മല്ലിയിലാന്ന് തന്നെ. പുതിനയിലയും പറിക്കാൻ പറ്റില്ല, പനിക്കൂർക്കയും പറിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് നമ്മൾ എന്നാ ചെയ്യും, വീടിനകത്ത് സാധാരണ വെളുത്തുള്ളി ഉണ്ടാവും. വെളുത്തുള്ളി കോലയിൽ കയറ്റിയില്ലെങ്കിൽ കത്തിയിൽ വെച്ചിട്ട്
ചുട്ടെടുത്തിട്ട് അത് കഴിക്കും. അതും നല്ല സംഭവം തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. ഇനി ബാക്കി ഈ വീഡിയോ കാണുന്നവർ പലരും ഭയങ്കര ഇതായിട്ട് അറിയാവുന്നവരായിരിക്കും. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ച് അധികം ഇത്രയൊക്കെ അറിയത്തുള്ളൂ, ബാക്കി എനിക്കറിയില്ല. ഇതുകൊണ്ട് പലതരം ഉപയോഗങ്ങളും ഉണ്ടാവും, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അറിയാമെങ്കിൽ. പിന്നെ വേറെ സൂത്രം കാണിക്കാൻ കഴിയും. ഇത് കണ്ടോ, ഞങ്ങളുടെ ഇവിടെ ചെടിയൊക്കെ ഞങ്ങൾ മാറ്റിയൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അതേ അവിടെ ഒരു റൗണ്ട് അടിച്ചു. അത് അച്ഛ വരുമ്പോഴത്തേക്ക് എനിക്ക് മറ്റേ ഈ കല്ല് വെച്ചിട്ട് അവിടെ റൗണ്ട് അടിച്ചു തരും. കാരണം ഇവിടെ വെക്കണില്ല ഞങ്ങൾ, അത് പൊളിക്കുകയാണ്. അപ്പോൾ ആ കല്ല് വെച്ചിട്ട് ഇല്ലെങ്കിൽ വേറെ ഉണ്ടെങ്കിൽ റൗണ്ട് അടിക്കാം. എന്തേ കുഞ്ഞ് കാണിക്കണുണ്ടോ? നമ്മുടെ കുഞ്ഞി പ്രസവിച്ചു കേട്ടോ. അത് വന്നിട്ട് കുഞ്ഞൊക്കെ ഇവിടെ ഉണ്ട് കുഞ്ഞിയുടെ. അപ്പോൾ കുഞ്ഞി ഭയങ്കര ഇപ്പോൾ ആക്റ്റീവായിട്ട് നടക്കുന്ന കുഞ്ഞിയാണ് ഞങ്ങളുടെ കുഞ്ഞി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തുക.